ദൈവാത്മാവേ സ്നേഹസ്വരൂപ നിത്യസഹായകനേ, അന്ത്യവിധിക്കായി ഒരുങ്ങിടുവാൻ എല്ലാവരിലും. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ. ദൈവമായ യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ ദൈവവചന പ്രഘോഷണ വിഷയം അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നതിനെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഉള്ള ദൈവവചനങ്ങൾ ഭക്തിയോടും ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി നമുക്ക് ശ്രവിക്കാം. ദൈവമായ കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഈ വചനം പറഞ്ഞുകൊണ്ടാണ്. മർക്കോസ് വിശേഷം 1-ാം അധ്യായം 15-ാം വചനം. ഇങ്ങനെയാണ് ആ വചനം: സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കർത്താവായ യേശു ആദ്യം പറഞ്ഞ വാക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമയം പൂർത്തിയായി. എന്തിൻ്റെ സമയമാണ് പൂർത്തിയായതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ലോക ജീവിതത്തിന് അനുരൂപമായ സമയം പൂർത്തിയായി എന്നാണ് പറഞ്ഞത്. കാരണം കർത്താവിൽ വിശ്വസിക്കുന്നവരെല്ലാം ഈ ലോകത്തിന് അനുരൂപരായിട്ട് ജീവിച്ചാൽ ഒരിക്കലും കർത്താവായ യേശു ആകുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. കാരണം യോഹന്നാശ്ലീഹയുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 15-17 വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. 17 ഇങ്ങനെയാണ് പറയുന്നത്: ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നതിനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. പ്രൈസ് ലോർഡ്. ആ വചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുതെന്ന് യോഹന്നാശ്ലീഹ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം, അതായത് പിതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ദൈവസ്നേഹം, പരിശുദ്ധാത്മാവ്, ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കില്ല. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിനെ അറിയാൻ സാധിക്കില്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വചനത്തിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വചനം നമ്മൾ മനസ്സിലാക്കുക, വചനം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തീരുമാനമെടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളിലുള്ള ജീവൻ നിത്യജീവനാകുന്ന യേശു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടും. നിത്യജീവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ നമ്മിൽ പരിശുദ്ധാത്മാവും ഉണ്ടാവും, നിത്യജീവനാകുന്ന യേശു ക്രിസ്തുവും ഉണ്ടാവും. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം പൂർണ്ണമായി കഴിഞ്ഞവിടെ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പിതാവിൻ്റെ സ്നേഹം ലോകത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ ഉണ്ടാകില്ലെന്ന് യോഹന്നാശ്ലീഹ പഠിപ്പിച്ചത്. തുടർന്ന് 17 പറയുന്നത് എങ്ങനെയാണ്? 1 യോഹന്നാൻ 2:17: ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. ദൈവഹിതം എന്ന് പറയുന്നത് എന്താ? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 29 പറയുന്നു, അവിടുന്ന് അയച്ചവനിൽ, അതായത് പിതാവായ ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. അതാണ് പിതാവായ ദൈവത്തിൻ്റെ ഹിതം. നമ്മൾ പിതാവായ ദൈവം അയച്ചതായ യേശു ക്രിസ്തുവിനെ, അതായത് ദൈവവചനത്തെ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവിനെയോ നിത്യജീവനെയോ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക വഴിയാണ് നമ്മളിലുള്ള ജീവൻ നിത്യജീവനായിട്ട് കൺവെർട്ട് ചെയ്യുന്നു. പലർക്കും അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ മനുഷ്യരും വചനം കേൾക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിലെ തന്നെ 820 കോടി ജനങ്ങളിലേറെയുണ്ട്. അവരെല്ലാവരും തന്നെ വചനം കേൾക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ദൈവം ഒരുക്കിയിട്ടുണ്ട്. വചനം കേൾക്കുന്നുമുണ്ട്. പക്ഷേ വചനം ആർക്കും മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്ത ആൾക്കാർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് മത്തായി സുവിശേഷം 13-ാം അധ്യായം 18, 19, 20 വചനങ്ങൾ പറയുന്നുണ്ട്. വചനം കേട്ടിട്ട് മനസ്സിലാക്കാതിരിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന്
ദുഷ്ടൻ വന്ന് അവർക്ക് കിട്ടിയതായ വചനം മോഷ്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആ വചനം അവരിൽ ഒരിക്കലും നിലനിൽക്കില്ല, അവർക്ക് സംഗ്രഹിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണത്? മനസ്സിലാക്കാത്തതുകൊണ്ട്. വചനം കേട്ടാൽ ഒരു സാവകാശത്തിൽ നമ്മൾ നിന്ന് വചനം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ദൈവത്തെ അംഗീകരിക്കുന്ന മനോഭാവം ഉണ്ടാകണം. പലർക്കും അതില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അവിടെ നിന്ന് അയച്ചവന്, അതായത് പിതാവായ ദൈവത്തിൻ്റെ ഹിതം എന്താണ്? യേശുവിനെ, അവിടെ നിന്ന് അയച്ചതായ യേശുവിനെ, ദൈവവചനത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് വിശ്വാസം വരില്ല. പല വചനങ്ങളും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസം വരില്ല. ഇതൊക്കെ എന്ത്? ഇതൊക്കെ മനുഷ്യനെ എഴുതി വെച്ചേക്കണതല്ലേ, ഇതിലൊക്കെ എന്താ കാര്യങ്ങൾ? അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ പ്രവാചകന്മാരിലൂടെയും അവിടുത്തെ പുത്രനായ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെയും അവിടുത്തെ ശിഷ്യന്മാരായ അപ്പസ്തോലന്മാരിലൂടെയും നൽകിയതാണ് ദൈവവചനം. അപ്പോൾ ഇങ്ങനെയായിരിക്കുന്ന വചനം പരിശുദ്ധാത്മാവിൽ നിവേശിതമാണ്. എല്ലാം പരിശുദ്ധാത്മാവിൽ നിവേശിതമായിട്ടുള്ള വചനങ്ങളെല്ലാം. അപ്പോൾ ഈ വചനത്തെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വചനത്തിലുള്ളതായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനോ നിത്യജീവനെ അംഗീകരിക്കാനോ സാധിക്കാതെ വരും. നിത്യജീവനും സ്വീകരിക്കാൻ പറ്റില്ല നമുക്ക്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ 6:29 ഞാൻ വീണ്ടും പറയുവാണ്, അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നമ്മൾ യേശുക്രിസ്തു എന്ന് പറയുന്ന ആരാണ്? ദൈവത്തിൻ്റെ വചനം. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനമാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ വിശേഷം 1:1 പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. 1:14 പറയുന്നു, ആ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചെന്നു. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മഹത്വമാണ് യേശുക്രിസ്തു. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മഹത്വമായ യേശുക്രിസ്തു എന്ന് പറയുന്നത് അവിടുത്തെ വചനം തന്നെയാണ്. അപ്പോൾ ആ വചനത്തെ അംഗീകരിക്കുക. യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ അംഗീകരിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. അതുവഴി നിത്യജീവനിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. അപ്പോൾ ഈ ലോക ജീവിതത്തിനുള്ള സമയം പൂർത്തിയായി. അന്നുണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തോട് കർത്താവായ യേശു പറയുവാണ്, നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൻ്റെ സമയം പൂർത്തിയായി. ഇനി നിങ്ങൾ ലോകത്തോട് മരിക്കണം. ലോകം എന്ന് പറയുന്നത് എന്താ? ലോകം പല വിധത്തിലുള്ളതുണ്ട്. ആഡംബര ലോകമുണ്ട്, സിനിമാ ലോകമുണ്ട്, വ്യവസായ ലോകമുണ്ട്, വ്യാപാര ലോകമുണ്ട്, അധോലോകമുണ്ട്, അതുപോലെ പൈശാചിക ലോകമുണ്ട്, ആഭിചാര ലോകമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ലോകങ്ങൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിൻ്റെ എല്ലാം പിന്നാലെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് ഒരു പരിധി വരെ. പക്ഷേ പൈശാചിക ലോകത്തിൻ്റെ ആവശ്യം നമുക്കില്ല, ആഭിചാരത്തിൻ്റെ ആവശ്യം നമുക്കില്ല. മറ്റെല്ലാം മനുഷ്യന് വേണ്ടി ദൈവം ഒരു പരിധി വരെ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാം മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യൻ അതിന് വേണ്ടിയിട്ടുള്ളവരായിട്ട് മാറരുത്. അപ്പോൾ ദൈവത്തിൻ്റെ പിന്നാലെ നമ്മൾ പോയാൽ ഇതെല്ലാം നമ്മുടെ പിന്നാലെ വരും. നമുക്ക് വേണ്ടതെല്ലാം ദൈവം അതുവഴി ഒരുക്കി തരികയും ചെയ്യും. ഇതെല്ലാം ആവശ്യമാണ് ലോകത്തിന്. പക്ഷേ നമ്മളെപ്പോഴും ചെയ്യുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പിന്നാലെ പോകാതെ ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകും. ലോകത്തോട് മരിക്കാത്ത മനോഭാവം ഉള്ളതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നത്. അതുവഴി ഒരിക്കലും നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനോ അതുവഴി നിത്യജീവൻ പ്രാപിക്കാനോ സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സമയം പൂർത്തിയായി. എന്തിൻ്റെ സമയം? ലോകത്തോട് മരിക്കേണ്ട സമയം പൂർത്തിയായി. അന്നുണ്ടായിരുന്ന ഇസ്രായേലിനോട് പറയുവാണ്. ഇത് ഇന്നത്തെ പുതിയ നിയമത്തിൽ ഇസ്രായേലിനോടും കർത്താവ് ആവർത്തിച്ച് പറയുവാണ്, സമയം പൂർത്തിയായി. എന്തിൻ്റെ? ലോകത്തോട് മരിക്കേണ്ട സമയം പൂർത്തിയായി. ഇനി എന്താ ചെയ്യേണ്ടത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു. യേശുക്രിസ്തു ഇതാ വാതിൽക്കൽ വന്ന് നിൽക്കുവാണ്. നമ്മളെല്ലാവരെയും അവിടുത്തെ മണവാട്ടിമാരായി സ്വീകരിച്ച് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഒരുങ്ങി വന്ന് വാതിൽക്കൽ നിൽക്കുവാണ്. അടുത്ത കാലം കൊണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറന്നു ഉയരും. അവിടുത്തെ പ്രത്യാശയോടെ പാർത്തിരിക്കുന്ന എല്ലാവരും പറന്നു ഉയരപ്പെടും. പ്രത്യാശയോടെ പാർത്തിരിക്കാത്തവരുടെ സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. കാരണം അവർ കൈവിടപ്പെട്ട സഭയിൽ പെട്ട വ്യക്തികളായിട്ട് മാറും. എടുക്കപ്പെട്ട സഭ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പിന്നെ കൈവിടപ്പെട്ട സഭയായിരിക്കും ഇവിടെ ശേഷിക്കുന്നത്. കൈവിടപ്പെട്ട സഭയിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മുടെ സ്ഥിതി വളരെ വഷളാവും. നമുക്ക് താങ്ങാൻ പറ്റാതെ വരും.
യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. യേശു പൗലോസ്ലീഹയോട് പറയുവാണ്, റോമാലേഖനം 14:17, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുകളുടെ സന്തോഷവുമാണ്. ഭക്ഷണവും പാനീയവുമാണ് ഇന്നത്തെ ഏത് കാര്യത്തിനും പ്രാധാന്യമുള്ളത്. നമ്മുടെ പള്ളികളിലായിക്കോട്ടെ, നമ്മുടെ കൂട്ടായ്മകളിലായിക്കോട്ടെ, ഭവനങ്ങളിലായിക്കോട്ടെ, മറ്റേതൊരു സദസ്സുകളിലായിക്കോട്ടെ, ഭക്ഷണത്തിനും പാനീയത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ. എന്നിട്ട് നമ്മൾ ദൈവരാജ്യം വെച്ച് നീട്ടുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും അത് നീതിയുടെ ഒരു വശമല്ല, നീതിയല്ല. ഒരിക്കലും ഭക്ഷണത്തിനും പാനീയത്തിനും നമ്മൾ പ്രാധാന്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദൈവരാജ്യ സാദൃശ്യമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ഇവിടെ സാധിക്കില്ല. കാരണം ലൂക്കാസ് സുവിശേഷം 17 അധ്യായത്തിൽ കർത്താവായ യേശു പറയുന്നുണ്ട്, അക്കാലങ്ങളിൽ, അതായത് അവസാന കാലങ്ങളിൽ നോഹയുടെ കാലം പോലെ ആയിരിക്കും. പിന്നെ പറയുവാണ്, അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും കഴിച്ചു കൊടുത്തും ജീവിച്ചിരുന്നു. ലോത്തിൻ്റെ കാലത്തും അങ്ങനെയായിരുന്നു. വിവാഹം കഴിച്ചും കഴിച്ചു കൊടുത്തും തിന്നും കുടിച്ചും നട്ടും കൃഷി ചെയ്തും വീട് പണിതും എല്ലാവരും ജീവിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നോഹയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്തും ഉണ്ടായിരുന്ന അതേ സംഭവമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലുള്ള തിരക്ക് പിടിച്ച ജീവിത വ്യഗ്രഹം നിറഞ്ഞൊരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ സമൂഹത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീറ്റയ്ക്കും കുടിക്കുമാണ് പ്രാധാന്യം എല്ലാ മേഖലയിലും കൊടുക്കുന്നത്. പള്ളികളിലാണെങ്കിലും മറ്റു കൂട്ടായ്മകളിലാണെങ്കിലും എല്ലാം തീറ്റയും കൂടിയാണ്. അവിടെ ദൈവവചനത്തിനൊരു സ്ഥാനവും കാണുന്നില്ല. ഞാൻ പല കൂട്ടായ്മകളിലും പോകാറുണ്ട്, പല ചർച്ചുകളിലും പോകാറുണ്ട്. അവിടെയെല്ലാം ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് വളരെ തുച്ഛമാണ്. അവിടെയെല്ലാം ഭക്ഷണത്തിനും പാനീയത്തിനുള്ള പ്രാധാന്യം. അതില്ലെങ്കിൽ ആൾക്കാരുണ്ടാവില്ല. ആൾക്കാർ വളരെ തുച്ഛമായിരിക്കും. അതേസമയം ഭക്ഷണവും പാനീയവും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ മനുഷ്യരെ ഇരച്ചു കയറും. ഇന്നിപ്പോൾ കണ്ടുവരുന്നൊരവസ്ഥ അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹയുടെ കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പിന്നെന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുടെ സന്തോഷവുമാണ്. അപ്പം നീതി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നീതി എന്താണ്? യേശയ്യാപ്രവചനം 32:17 പറയുന്നു, നീതിയുടെ ഫലം സമാധാനമാണ്, നീതിയുടെ പരിണത ഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയുമായിരിക്കും. അപ്പം നീതി നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാകും. കാരണം നീതിയുടെ ഫലമായിട്ട്, അതിൻ്റെ ഫ്രൂട്ടായിട്ട് നമുക്ക് കിട്ടുന്നതാണ് സമാധാനം. ഈ സമാധാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം നീതിയും സമാധാനമുള്ളൊരു മനുഷ്യൻ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിലായിരിക്കും, അതിന് നിറയുവൻ. കാരണം ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടാവും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് വചനപ്രഘോഷണത്തിന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഒരാളോട് ചോദിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്താണ് സഹോദര? അയാൾ മിണ്ടുന്നില്ല. നമ്മൾ വേദപാഠ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്താണെന്ന്. കൂടാതെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 പ്രത്യേകം പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന്. ദ ഫ്രൂട്ട് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം നമുക്ക്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയ്ക്ക് എതിരായി ഒരു നിയമവുമില്ലെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള വ്യക്തിക്ക് എതിരായിട്ട് ഒരു നിയമവും ഇവിടെ പ്രബലപ്പെടില്ലെന്ന് തന്നെയാണ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞത് 9 കാര്യങ്ങളുണ്ടോ? സ്നേഹമുണ്ടോ? ആനന്ദമുണ്ടോ? അതുപോലെ മറ്റ് സമാധാനം, ക്ഷമ, ദയ, ഇതൊക്കെ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾക്ക് എതിരെ ഒരു നിയമവും വരില്ല. ഇന്നിപ്പോൾ നിയമത്തെ ഇട്ട് വേട്ടയാടുകയാണ് മനുഷ്യർ. നിയമത്തെ കയ്യിലെടുക്കുകയും നിയമം കൊണ്ട് മനുഷ്യരെ വലയ്ക്കുന്ന ഒരു കാലഘട്ടം. അതിനെക്കുറിച്ച് 94-ാം സങ്കീർത്തനം 20-ാം വചനത്തിൽ പറയുന്നുണ്ട്. ഞാനത് എടുത്തു പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നത് ലോകം മുഴുവനുമാണല്ലോ. കേൾക്കുന്ന ആൾക്കാരിൽ അവരിൽ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്കത് വിമ്മിഷ്ടത്തിന് കാരണമാകും. അവരെന്നെടുത്തതൊന്ന് പരിശോധിച്ചാൽ മതി. ഞാനത് പറയുന്നില്ല. പ്രൈസ് ലോർഡ്.
അപ്പോൾ ഓരോ ഫലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. സ്നേഹം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ വാച്യാർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രതിഫലവും കൂടാതെ ഏതൊരു വ്യക്തിക്കും വേണ്ടി കരുതുകയും സഹായിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സ്നേഹമെന്ന് പറയുന്നത്. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാൻ പാടില്ല. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അടുത്തത് അതിൻ്റെ വചനം നമുക്കൊന്ന് പഠിക്കാം. 1 യോഹന്നാൻ 4:21. ദൈവത്തെ സ്നേഹിക്കുന്നവർ സഹോദരനെ സ്നേഹിക്കണം. നമ്മളെല്ലാവരും പ്രപ്പകണ്ട പറയും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. പക്ഷേ അവനോട് അടുത്ത് നോക്കിയാൽ അറിയാം, അവൻ്റെ സഹോദരനോട് യാതൊരുവിധ ബന്ധം ഉണ്ടാവില്ല. സഹോദരൻ എന്ന് പറയുന്നത് ആരാണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ അമ്മ പെറ്റ മക്കളെല്ലാവരും നമ്മുടെ സഹോദരങ്ങളല്ല. കർത്താവായ യേശു താൻ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ അമ്മയും സഹോദരങ്ങളും വന്ന് പുറത്ത് നിന്നപ്പോൾ ശിഷ്യന്മാർ വന്ന് പറഞ്ഞ്, നിൻ്റെ അമ്മയും സഹോദരങ്ങളും വന്ന് പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു തൻ്റെ സിനഗോഗിലിരുന്ന തൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന സഹോദരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് എൻ്റെ സഹോദരനും അമ്മയും അപ്പനുമെന്ന്. അപ്പോൾ നമ്മൾ അമ്മ പെറ്റ മക്കളെല്ലാവരും സഹോദരങ്ങളാകണമെന്നില്ല. അവർ ദൈവത്തിൻ്റെ വചനത്തിന് എതിരായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ദൈവത്തെ അംഗീകരിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ദൈവിക വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സഹോദരനായി തീരില്ല. അവർ ലോകത്തിൻ്റെ സൃഷ്ടികളിൽ പെട്ടതാണ്. ദൈവമകൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ റോമാലേഖനം 8:14 പഠിക്കുന്നുണ്ട്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ. അല്ലാത്തവരൊരിക്കലും ദൈവത്തിൻ്റെ മകളാകില്ല അല്ലെങ്കിൽ മകനാകില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ സഹോദരങ്ങളാകില്ല. നമ്മൾ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ നമ്മുടെ അമ്മ പെറ്റ മക്കൾ മോശം സ്വഭാവത്തിൽപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരിക്കലും നമ്മുടെ സഹോദരനെന്ന് വേണമെങ്കിൽ പേരിന് നാമമാത്രം പറയാം, പക്ഷേ ഒരിക്കലും അവൻ സഹോദരനാകില്ലെന്നാണ് ദൈവവചനമനുസരിച്ച് പറയണത്. അടുത്ത വചനത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തത് ആനന്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. ആത്മീയമായ സംതൃപ്തിക്ക് പറയുന്ന പേരാണ് ആനന്ദം. ആത്മസംതൃപ്തി, അതിനാണ് ആനന്ദം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വചനത്തിൽ പറയുകയാണെങ്കിൽ സങ്കീർത്തനം 1:2, നീതിമാൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. അപ്പോൾ കർത്താവിൻ്റെ നിയമത്തിൽ നിന്നാണ് മനുഷ്യർക്ക് ആനന്ദം ലഭിക്കുന്നത്, ആത്മസംതൃപ്തി ലഭിക്കുന്നത്. പലരും പല കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ പറയും, എനിക്ക് ആത്മസംതൃപ്തി ആയിട്ടാണ്. ഈ ആത്മാവ് എന്താണ്, മനസ്സെന്താണെന്ന് വേർതിരിച്ചറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അവർ പറയുന്നത്. ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന, മനസ്സെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ കുടികൊള്ളുന്നതാണ് മനസ്സെന്ന് പറയുന്നത്. ഇത് രണ്ടും 2 പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ നിറവിലുള്ള പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ചാണ് മനസ്സ് പോകുന്നുണ്ടെങ്കിൽ അവർ ദൈവികമായ ആനന്ദത്തിലാണ്. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. വെറുതെ ജീവാത്മാവ് ഉണ്ടായിട്ട് കാര്യമില്ല. ജീവാത്മാവും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. നമ്മുടെ ജീവാത്മാവിനെ പരിശുദ്ധാത്മാവ് ആക്കുന്നത് എങ്ങനെയാണ് ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. അതിലെങ്ങനെയാണ് പറയുന്നത്? ആത്മാവിലും സത്യത്തിലും ഉള്ള ആരാധന നടത്തുന്നവർക്കാണ് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കുക. ആത്മാവിലും സത്യത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് എന്താ? നമുക്ക് ദൈവം കടമായി നൽകിയിരിക്കുന്ന ആത്മാവ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:8 പറയുന്നുണ്ട്, മനുഷ്യർക്ക് ദൈവം കടമായിട്ടാണ് ആത്മാവിനെ നൽകിയിരിക്കുന്നത്, ജീവാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. മനുഷ്യന് ദൈവം ജീവശ്വാസം നൽകിയെന്നാണ് പറയുന്നത്. ജീവശ്വാസം എന്ന് വെച്ചാൽ ജീവാത്മാവ്. ജീവാത്മാവിനെ നൽകിയത്, പരിശുദ്ധാത്മാവിനെ നൽകിയതായിട്ട് അവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കൊടുത്തു, പക്ഷേ മനുഷ്യനെ അതിനെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് പിന്നെ ജീവശ്വാസമാണ് ദൈവം കൊടുത്തത്, ജീവാത്മാവിനെ കൊടുത്തത്. ആ ജീവാത്മാവിനെ നമ്മൾ എന്ത് ആത്മാവായിട്ട് മാറ്റണം? സത്യാത്മാവാകുന്ന പരിശുദ്ധാത്മാവായിട്ട് രൂപാന്തരീകരിക്കണം. അതിനെന്ത് ചെയ്യണം? സത്യമാകുന്ന വചനത്തെ സ്വീകരിക്കണം. വചനം സത്യമാണെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ 17:17 പറയുന്നു, അവിടുത്തെ ദൈവത്തിൻ്റെ വചനമല്ലോ സത്യം എന്ന്. അപ്പോൾ സത്യമാകുന്ന വചനത്തെ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മളിലുള്ള ജീവാത്മാവ് സത്യാത്മാവായിട്ട് രൂപാന്തരപ്പെടും. ഈ സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളിൽ എന്തുണ്ടാവും? നമ്മളിലുള്ള ജീവൻ നിത്യജീവനായിട്ട് രൂപാന്തരപ്പെടും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്. യേശുവിൻ്റെ പരിശുദ്ധാത്മാവാണ് നിത്യജീവൻ നൽകുന്നത്. അപ്പോൾ ഈശോ തുറന്ന് പറയുന്നുണ്ട്, യോഹന്നാൻ 6:63, ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണെന്ന്.
യേശു പറഞ്ഞ വചനം പരിശുദ്ധാത്മാവും നിത്യജീവനുമാണെന്ന്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെയും അതിൽ കൂടി നമുക്ക് ലഭിക്കുന്നതായ നിത്യജീവനും നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ആനന്ദം ലഭിക്കുകയുള്ളൂ. അതിൻ്റെ പേരാണ് ആത്മസംതൃപ്തി എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശു ആരാധന. സങ്കീർത്തനം 37:4 പറയുന്നുണ്ട്, നീ കർത്താവിൽ ആനന്ദിക്കുക, നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു വരുമെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നിത്യജീവനെ സ്വീകരിച്ച് ആത്മസംതൃപ്തിയിലായി കഴിയുന്ന വ്യക്തികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു വരുമെന്ന്. എന്താഗ്രഹങ്ങളാണ്? ഈ ലോകത്തിലുള്ള ആഗ്രഹങ്ങളല്ല. അവൻ എന്ത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചാലും അവനത് സാധിച്ചു കിട്ടും. എന്തിനാണ്? ലോകത്തിനും, അതായത് ലോക ജനതയ്ക്കും അവനവനും ഗുണകരമായ ആത്മീയമായ ഗുണമുള്ളതായ കാര്യം എന്ത് ആവശ്യപ്പെട്ടാലും ആഗ്രഹിച്ചാലും ദൈവം അത് സാധിച്ചു തരും. ദൈവഹിതപ്രകാരമായിരിക്കണം നമ്മുടെ ആഗ്രഹം. പ്രൈസ് ലോർഡ്. തുടർന്ന് നമുക്ക് സമാധാനത്തെക്കുറിച്ച് പഠിക്കാം. ആനന്ദം, സമാധാനം, സ്നേഹം, ആനന്ദം, സമാധാനം. അടുത്തത്, എല്ലാ കാര്യങ്ങളും ക്രമമായി നടക്കുന്ന അവസ്ഥയുടെ പേരാണ് സമാധാനം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വചനം നമ്മൾ നേരത്തെ കേട്ടതാണ്. 32:17 യേശയ്യാപ്രവചനം, നീതിയുടെ ഫലം സമാധാനമെന്ന്. നിയമാവർത്തന പുസ്തകം 6:25 നീതി എന്താണെന്ന് പറയുന്നുണ്ട്. നിയമാവർത്തനം 6:25, നമ്മുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ മുൻപാകെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നാം നീതിയുള്ളവരായിരിക്കും. അപ്പോൾ നീതി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മൾ ദൈവകൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുന്നതാണ് നീതി. അതായത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന അവസ്ഥ. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിക്കുന്ന മനോഭാവമുള്ളവരായിട്ട് നമ്മൾ മാറും. ഒന്നാം സ്ഥാനം കൊടുക്കണം. അതാണ് ദൈവത്തിന് കൊടുക്കേണ്ട നീതി. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി. അടുത്തത് ക്ഷമ. വികാര വിചാരങ്ങളെ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവിൻ്റെ പേരാണ് ക്ഷമയെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വചനം നമുക്കൊന്ന് നോക്കാം. മത്തായി സുവിശേഷം 18:21-22. യേശുവിനോട് പത്രോസിയെ ചോദിക്കുവാണ്, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയും. അപ്പോൾ നമ്മൾ ക്ഷമിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി ക്ഷമിക്കേണ്ടത് എങ്ങനെയാണ്? 7 എന്നല്ല 70 പ്രാവശ്യം. 7ന് 70 പ്രാവശ്യം ഗുണനം ചെയ്താൽ കിട്ടുന്ന ആൻസർ അത് പരശതമുണ്ട്, ആയിരക്കണക്കിനുണ്ട്. അപ്പോൾ കണക്കില്ലാത്തിടത്തോളം ക്ഷമിക്കുക തൻ്റെ സഹോദരനോട്. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്ത ദയയെക്കുറിച്ച് പറയാം നമുക്ക്. ദയ, അടുത്ത ഫലമാണ് ദയ. ഏതൊരു വ്യക്തിയോടും മനസ്സലിവുള്ള മനോഭാവത്തിന് പറയുന്നവരാണ് ദയ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് കർത്താവായ യേശു ലൂക്കാസ് സുവിശേഷം 10 25 മുതൽ 37 വചനങ്ങൾ നമ്മൾ വായിച്ചു നോക്കി അറിയാൻ പറ്റാം. നല്ല ശമരിയാക്കാരൻ്റെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. അത് ദയയിൽ അത് അടിസ്ഥാനപ്പെട്ടൊരു കാര്യമാണ്. അടുത്തത് നന്മ. മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദവും നല്ലതും വരാൻ വേണ്ടി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന അവസ്ഥയുടെ പേരാണ് നന്മ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായിരിക്കണം, കൂടാതെ നല്ലതും വരണം, അതിനുവേണ്ടി ചിന്തിക്കുക, പറയുക, പ്രവർത്തിക്കുക. ഇതിൻ്റെ പേരാണ് നന്മയെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൊരിന്ത്യർക്കാർക്ക് 1-ാം ലേഖനത്തിൽ പൗലോസ്യ 10:24 പറയുന്നത് ഇങ്ങനെയാണ്, ഏതൊരുവനും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാക്ഷിക്കുക. അതാണ് നന്മയുടെ വാച്യാർത്ഥം. അയൽക്കാരൻ്റെ നന്മ, അവനുണ്ടാകേണ്ട അനുഗ്രഹങ്ങൾ, അവന് വേണ്ട നല്ല കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ചിന്തകളും സംസാരങ്ങളും പ്രവൃത്തിയും, അതിൻ്റെ പേരാണ് നന്മ. ഇതുള്ളവർ വളരെ ചുരുക്കമാണെന്ന് എനിക്ക് തോന്നുന്നത്. അടുത്തത് വിശ്വസ്തത. 7-ാമത്തതാണ് വിശ്വസ്തത. സത്യസന്ധമായി പ്രവർത്തിക്കുകയും പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പെരുമാറ്റ രീതി, അതാണ് വിശ്വസ്തത. അതിനെക്കുറിച്ച് വചനം പറയുന്നത് സുഭാഷിതം 11:13 പറയുവാണ്, വിശ്വസ്തൻ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു. വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിലും കൂടാതെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ടാകും. അത് സൂക്ഷിക്കാൻ കഴിയാത്തവർ വിശ്വസ്തരല്ല. കുടുംബകാര്യങ്ങളിലാണ് ശരിയാണ്, വിശ്വസ്തത പുലർത്താത്ത പല കുടുംബനാഥന്മാരെയും നാഥമാരെയും എനിക്കറിയാം. അവരൊരിക്കലും വിശ്വസ്തരല്ല. അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം കാണുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വിശ്വസ്തരായിട്ടുള്ള വ്യക്തികൾ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കും. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. എന്നതുപോലെ കണ്ണി കണ്ടവരോടൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും നമ്മുടെ ആത്മീയ കാര്യങ്ങളൊന്നും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. അവരറിയുമ്പോൾ അറിഞ്ഞാൽ മതി. പ്രൈസ് ലോർഡ്.
അടുത്തത് സൗമ്യത. 8ാമത്തെ കാര്യമാണ് സൗമ്യത. വിനയശീലത്തിന് പറയുന്ന പേരാണ് സൗമ്യതയെന്ന്. സുഭാഷിതം 15:1 പറയുന്നുണ്ട്, സൗമ്യമായ മറുപടി ക്രോധത്തെ ശമിപ്പിക്കുന്നു. എങ്ങനെ കോപിച്ചു വരുന്ന വ്യക്തിയാണെങ്കിലും ആക്രമിക്കാൻ വരുന്ന വ്യക്തികളാണെങ്കിലും നമ്മൾ സൗമ്യമായിട്ട് ഒന്ന് സംസാരിക്കാൻ തയ്യാറായാൽ അദ്ദേഹത്തിൻ്റെ ക്രോധവും കോപവും എല്ലാം അടങ്ങിപ്പോകും. പക്ഷെ നമ്മളാരും അത് ചെയ്യാറില്ല. അതുകൊണ്ട് ഇന്നത്തെ മനുഷ്യർ പ്രത്യേകിച്ച് സെൻസിറ്റീവാണ് എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? സൗമ്യം ഇല്ലാത്തതുകൊണ്ട് ഒച്ചപ്പാടും ബഹളവും ഒന്ന് കൂടുതലാണ്, ശണ്ട കൂടുതലാണ്. അടുത്തത് 9ാമത്തെ ഫലമാണ് ആത്മസംയമനം. പഞ്ചേന്ദ്രിയങ്ങളെയും ആത്മശക്തിയാൽ നിയന്ത്രിക്കാനുള്ള കഴിവാണ് ആത്മസംയമനം. 2 പത്രോസ് 1:7 പറയുന്നത്, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ നന്നായി ഉത്സാഹിക്കുകയാണ്. അപ്പം നമുക്ക് അത്തരത്തിൽ ഈ പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ കുറവുണ്ടെങ്കിൽ അത് ലോകത്തോട് നമ്മൾ പൂർണ്ണമായി മരിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജഡമോഹങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കുക. കർത്താവെ, എനിക്ക് ധാരാളം ജഡമോഹങ്ങളുണ്ട്, ഈ ലോകത്തോടുള്ള മിത്രത്വമുണ്ട്, ഇതെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റുവാൻ അവിടെ തിരുമനസ്സാകണമെന്ന് പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ ശക്തിയാൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ജഡത്തിൻ്റെ ഇച്ഛയ്ക്ക് വഴങ്ങാതെ, പാപത്തിന് വഴങ്ങാതെ, ദൈവ ഇഷ്ടത്തിന് കീഴ്പ്പെട്ട് ദൈവം അയച്ചതായ സത്യമായ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പാപമാർഗത്തിൽ പിന്തിരിഞ്ഞ് നമ്മുടെ സമയം, ഈ ലോകത്തോട് മരിക്കേണ്ട സമയം പൂർത്തിയായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷവും പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവെ, അങ്ങയുടെ നീതിക്കൊത്തവണ്ണം സമാധാനപൂർണ്ണമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാനും അവിടുത്തെ ആഗ്രഹപ്രകാരമുള്ള ദൈവരാജ്യാനുഭവത്തിൽ എത്തിച്ചേരാനുമുള്ള യോഗ്യത ഞങ്ങളെ ചൊരിയുവാൻ തിരുമനസ്സാകണമേ. പാപത്തോടും ലോകത്തോടും മരിച്ച് പുതിയ സൃഷ്ടിയായി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ജീവിച്ചു വാഴുന്ന ദൈവമായ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്.